ചാലക്കുടിയിലെ ബാങ്ക് കവർച്ചയിൽ മോഷ്ടാവിനെ ഇനിയും തിരിച്ചറിയാനായില്ല. സ്കൂട്ടറിന്റെ നമ്പറും കിട്ടിയില്ല. ബാങ്കിനെ അറിയാവുന്ന ആളെന്ന് സംശയം. മോഷ്ടാവ് വന്നത് ദേശീയപാത വഴി, രക്ഷപ്പെട്ടത് ഇടവഴിയിലൂടെ. ഇന്നലെ പോട്ട ഫെഡറൽ ബാങ്കിലെ ജീവനക്കാരെ ബന്ദിയാക്കി മുഖംമൂടിധാരി കവർന്നത് 15 ലക്ഷം രൂപ. ചേന്നമംഗലം കൂട്ടക്കൊല മുൻ വൈരാഗ്യത്തോടെയുള്ള കൊടും ക്രൂരതയെന്ന് കുറ്റപത്രം. ഋതുവിന് ജിതുവിന്റെ കുടുംബത്തോട് അടങ്ങാത്ത പക. കൊലയ്ക്ക് ശേഷം പക തീർത്തുവെന്ന് പ്രതി പറഞ്ഞതായി സാക്ഷിമൊഴി. ഋതുവിന് മാനസിക പ്രശ്നമില്ലെന്നും ലഹരിക്ക് അടിമയെന്നും കുറ്റപത്രത്തിൽ. നർത്തകൻ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറായി. ജാതീയ അധിക്ഷേപം നടത്തണമെന്ന ലക്ഷ്യത്തോടെ സംസാരിച്ചു. രാമകൃഷ്ണനോട് സത്യഭാമയ്ക്ക് മുൻവൈരാഗ്യമെന്നും കുറ്റപത്രത്തിൽ ചുമത്തിയത് 5 വർഷം വരെ തടവ് കിട്ടാവുന്ന വകുപ്പുകൾ. അമേരിക്കയിലെ ഇന്റേണൽ റവന്യൂ സർവീസിൽ നിന്ന് ആയിരങ്ങളെ പിരിച്ചുവിടുന്നുവെന്ന് റിപ്പോർട്ട്. നികുതി പിരിവിനെ അടക്കം സാരമായി ബാധിക്കുമെന്ന ആശങ്ക. പിരിച്ചുവിടൽ ട്രംപിന്റെ പുതിയ നയമനുസരിച്ച്. IRSന്റെ കാര്യക്ഷമത കൂട്ടാൻ കൂടുതൽ ആളുകളെ നിയമിച്ചത് ബൈഡന്റെ കാലത്ത്. മഹാകുംഭമേളയിൽ പങ്കെടുത്തു മടങ്ങിയ 10 തീർത്ഥാടകർ അപകടത്തിൽ മരിച്ചു. ദുരന്തം പ്രയാഗ്രാജ് ദേശീയപാതയിൽ കാറ് ബസ്സുമായി കൂട്ടിയിടിച്ച് 19 പേർക്ക് പരിക്ക്. മരിച്ചവർ ഛത്തീസ്ഗഡ് സ്വദേശികൾ.